വർഷങ്ങൾ നീണ്ട പ്രണയം, അതിനിടെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ചൂഷണം, പിന്നീട് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ബന്ധത്തിൽ നിന്ന് ഒഴിവാകും. അതിനുശേഷം മറ്റിരകളെ തേടിപ്പോകും. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ബിരുദന്മാരുണ്ട്. പുത്തൻ തലമുറയുടെ ഭാഷയിൽ ഇതിനെ തേപ്പെന്നാണ് പറയുന്നത്. റാപ്പർ വേടൻ ഇങ്ങനെ പലരെയും ചൂഷണം ചെയ്തിട്ടുണ്ട്. പുതിയ കാമുകിമാർ വരുമ്പോൾ പഴയ സുഹൃത്തുക്കളെ തേക്കും. വേടൻ്റെ ചതി ആ യുവ ഡോക്ടറെ മാനസികമായി തകർത്ത് കളഞ്ഞതാണ്. താൻ കടന്നുപോയ മാനസിക സമ്മർദ്ദത്തിൻ്റെയും അനുഭവിച്ച വിഷാദത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവൾ നീതി തേടി പോലീസിനെ സമീപിക്കുന്നു. പോലീസ് വേടനെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തെങ്കിലും കോടതിയുടെ പരാമർശങ്ങൾ ആ യുവതിയെ വീണ്ടും മാനസികമായി തളർത്തുകയാണ്. പരസ്പരം സ്നേഹത്തിലായിരുന്ന സമയത്തുണ്ടായ ലൈംഗിക ബന്ധം ബലാത്സംഗ കുറ്റമാകുമോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം വേടനെ പോലെയുള്ള വേട്ടക്കാർക്ക് കുറ്റം ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുകയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പരസ്പരം സ്നേഹത്തിലായിരുന്ന സമയത്തുണ്ടായ ലൈംഗിക ബന്ധം ബലാത്സംഗ കുറ്റമാകുമോ? യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യമാണിത്. ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടയുകയും ചെയ്തു. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയത് തന്നെ മാനസികമായി തകർത്തെന്നും പരാതിക്കാരി പറഞ്ഞു. ഇതോടെ വിഷാദരോഗത്തിന് കാലങ്ങളോളം ചികിത്സ തേടി. ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് തനിക്ക് മടങ്ങി വരാനായതെന്നും യുവതി പറയുന്നു. ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുക. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്നും മറ്റു സ്ത്രീകളുമായുള്ള ബന്ധം തടയാൻ ശ്രമിച്ചപ്പോൾ താനുമായുള്ള ബന്ധം വേടൻ അവസാനിപ്പിച്ചെന്നുമാണ് പരാതിക്കാരി കോടതിയിൽ വാദിച്ചത്. സ്ഥിരം കുറ്റവാളിയാണെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയിൽ വാദമുന്നയിച്ചു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് പരാതിക്കാരിയോട് ഹൈക്കോടതി ചോദിച്ചു. ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വേടനെതിരെ പരാതിയുമായി മറ്റ് 2 സ്ത്രീകൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട് എന്ന വാദം പരാതിക്കാരി ഉന്നയിച്ചെങ്കിലും ക്രിമിനൽ പ്രോസിക്യൂഷനിൽ മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യമെന്നും ഈ പരാതികളിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. പരാതിക്കാരി സ്വന്തം കേസിന്റെ കാര്യം മാത്രം പറയണമെന്നും ജഡ്ജി നിർദ്ദേശിച്ചു. കോടതിയുടെ തിരക്ക് കൂടി കണക്കിലെടുത്ത് വാദം നാളെയും തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പരാതിക്കാരിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു വേടന്റെ വാദം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വാദം തെറ്റാണെന്ന് വേടൻ വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കാമെന്നും വേടൻ കോടതിയെ അറിയിച്ചു. അതേസമയം പരാതിക്കാരിയുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടും വേടൻ നിഷേധിച്ചില്ല. യുവ ഡോക്ടറുടെ പരാതിയെ തുടർന്ന് വേടൻ ഒളിവിലായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തെന്നുമായിരുന്നു ഡോക്ടറുടെ മൊഴി. വേടൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച മറ്റ് 2 യുവതികളും കഴിഞ്ഞ ദിവസം പരാതിയുമായി എത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സമയം പുലർച്ചെ 1:50. ബിഗ് ബോസ് താരം ജിൻഡോ ഇരുട്ടിൻ്റെ മറവിൽ ആരും കാണാതെ കൊച്ചി വെണ്ണലയിലെ ഒരു ജിമ്മിലേക്ക് എത്തുന്നു. അവിടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി പണവും ചില രേഖകളും മോഷ്ടിക്കുന്നു. ദൃശ്യം കണ്ടപ്പോൾ ആദ്യം കരുതിയത് റിയാലിറ്റി ഷോയിലെ ഏതെങ്കിലും രംഗമെന്നാണ്. കാരണം ഇതുപോലുള്ള ചില തരികിട പരിപാടികൾ ഷോകളിൽ കാണാറുള്ളതാണ്. എന്നാൽ കാര്യം നിസ്സാരമല്ല. ജിൻഡോ എത്തിയത് മോഷ്ടിക്കാനാണ്. ജിൻഡോയുടെ പാർട്ട്ണർ നൽകിയ പരാതിയിൽ താരത്തിനെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ തനിക്കെതിരെ ഉയർത്തിയ മോഷണ കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ജിൻഡോ പറയുന്നത്. മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ജിൻഡോയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു.
കൊച്ചി വെണ്ണലയിൽ ജിമ്മിൽ കയറി ജിൻഡോ മോഷണം നടത്തിയെന്ന പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് ജിൻഡോയ്ക്കെതിരെ കേസെടുത്തത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ചില വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചുവെന്നും ജിമ്മിലെ CCTV ക്യാമറകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. പുലർച്ചെ 1:50-ന് ജിൻഡോ ജിമ്മിൽ കയറുന്നത് CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാത്രിയിൽ ബോഡി ബിൽഡിംഗ് സെന്ററിൽ ജിൻഡോ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് യുവതി പോലീസിൽ പരാതിപ്പെട്ടത്. ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിലാണ് സംഭവമുണ്ടായത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിം തുറന്നതെന്ന് സംശയമുണ്ട്. എന്നാൽ തനിക്കെതിരെ ഉയർത്തിയ മോഷണ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ജിൻഡോയുടെ പ്രതികരണം. തനിക്ക് 60 ഷെയറുള്ള ലീസിന് കൊടുത്ത ജിമ്മിലാണ് പ്രവേശിച്ചത്. കുറച്ചുകാലമായി ജിമ്മിന്റെ അക്കൗണ്ടിൽ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ പരാതി ഉന്നയിച്ച യുവതി തന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്നും ജിൻഡോ ആരോപിക്കുന്നു. യുവതി ജിമ്മിലുള്ളപ്പോൾ അവിടെ പ്രവേശിക്കാൻ പാടില്ലെന്നതുകൊണ്ടാണ് അതിരാവിലെ താൻ ജിമ്മിൽ പ്രവേശിച്ചതെന്നും ജിൻഡോ അവകാശപ്പെടുന്നു. കരാർ പ്രകാരമുള്ള തുക ഇതുവരെയും യുവതി നൽകിയിട്ടില്ലെന്നും തന്റെ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് എടുത്തതെന്നും ജിൻഡോ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ് എന്റെയാണ്. എന്റെ ജിമ്മിൽ കയറണമെങ്കിൽ ഞാൻ കള്ളനാവണെങ്ങനെയാ ലിസ്റ്റ് അഗ്രിമെന്റില് എന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്, വന്നുകൊണ്ടിരുന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് 40% അവർക്ക് കൊടുക്കും, 60% എനിക്ക് തന്നതാ. ഇപ്പൊ 1 രൂപ പോലും എനിക്ക് തന്നില്ല. ഫുൾ പൈസ അവരുടെ അക്കൗണ്ടിലേക്കാണ് പോണത്. അത് എന്റെ സർട്ടിഫിക്കറ്റുകളുണ്ട്, എന്റെ കാര്യങ്ങളുണ്ട്. എനിക്ക് അവിടെ പേഴ്സണൽ റൂമുണ്ട്. അപ്പൊ എനിക്ക് അവിടെ കയറി എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവരോട് ഇറങ്ങിയപ്പോ അമ്മരുടെ അവർ പോണ്ടേ. ഇപ്പൊ അടുത്ത മാസമായ 1 year ആയി. എനിക്ക് എന്റെ ജിമ്മിനകത്ത് എപ്പോ വേണമെങ്കിൽ കയറാം. ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കവേ യുവതി നൽകിയ കേസിൽ ജിൻഡോ ജാമ്യത്തിലാണ്. റിയാലിറ്റി ഷോ താരമായ ജിൻഡോയ്ക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. മുമ്പ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. എറണാകുളം കാലടി സ്വദേശിയായ ജിൻഡോ സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവാണ്. നിരവധി സിനിമാ താരങ്ങളുടെയും കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഫിറ്റ്നസ് പരിശീലകൻ എന്ന രീതിയിലും ഇയാൾ ശ്രദ്ധ നേടിയിട്ടുണ്ട്. മുൻ മിസ്റ്റർ കേരള കൂടിയായ ജിൻഡോ 20 വർഷമായി ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊച്ചി. നമുക്കൊക്കെ രോഗം വന്നാൽ ഡോക്ടർമാരുടെ അടുത്താണ് ചികിത്സയ്ക്കായി പോകുന്നത് അല്ലേ? എന്നാൽ ഈ സമീപകാലത്തായി ചികിത്സ ആവശ്യമുള്ള ചില ഡോക്ടർമാരെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഞരമ്പ് രോഗികളായ ഡോക്ടർമാർക്ക് പെൺകുട്ടികളെയും സ്ത്രീകളെയും കണ്ടാൽ അസുഖം അല്പം കൂടുന്ന അവസ്ഥയാണ്. കോഴിക്കോട് നാദാപുരത്ത് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 16-കാരിയെ പരിശോധനയുടെ പേരിൽ ഡോക്ടർ ചൂഷണം ചെയ്തതായി പരാതി. ആദ്യം ഭയന്നു വിറച്ച പെൺകുട്ടി വീട്ടിലെത്തിയ ശേഷമാണ് അമ്മയോട് കാര്യം തുറന്നു പറഞ്ഞത്. കുടുംബത്തിൻ്റെ പരാതിയിൽ ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാദാപുരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലെ യുവ ഡോക്ടർ ശ്രാവണാണ് പിടിയിലായത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. നാദാപുരം തലശ്ശേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദ ആശുപത്രി അമ്മയ്ക്കൊപ്പം ചികിത്സയ്ക്കെത്തിയതായിരുന്നു പെൺകുട്ടി. പരിശോധനയ്ക്കെന്ന വ്യാജേന അപമര്യാദയായി പെരുമാറിയ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. പെട്ടെന്നുണ്ടായ മാനസിക ആഘാതത്തിൽ പീഡനത്തെക്കുറിച്ച് അമ്മയോട് പറയാൻ കഴിയാതെ വന്ന പെൺകുട്ടി പിന്നീട് ഇക്കാര്യം അമ്മയോട് വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകി. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് കൃത്യം നടന്നതായി കണ്ടെത്തിയ ശേഷമാണ് ഡോക്ടറായ ശ്രാവണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സമാനമായ രീതിയിൽ ആശുപത്രിയിലെത്തിയിരുന്ന വിദ്യാർത്ഥിനികളടക്കമുള്ള മറ്റ് സ്ത്രീകളോടും ഇയാൾ മോശമായി പെരുമാറിയിരുന്നുവോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സഹപാഠികൾ തമ്മിൽ തല്ലും അടിപിടിയുമൊക്കെ സ്വാഭാവികമായിരുന്നല്ലേ? ഇങ്ങനെ തല്ലുകൂടുന്ന കൂട്ടുകാരനുമൊത്ത് സ്കൂൾ വിടുമ്പോൾ തോളത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യും.
എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്ക് ആകെ കൈവിട്ട കളിയാണ്. മലപ്പുറം വണ്ടൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ 17-കാരനെ ക്രൂരമായി മർദ്ദിച്ചത് മുൻ സഹപാഠിയും സംഘവും ചേർന്നാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ പേരിലാണ് 1 വർഷത്തിന് ശേഷമുള്ള പകവീട്ടൽ. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്കുണ്ട്. പിതാവിൻ്റെ പരാതിയിൽ കേസെടുത്ത വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 7:15 സംഭവം. പാണ്ടിക്കാട് GHSSലെ +2 വിദ്യാർത്ഥിയും പാണ്ടിക്കാട് പനമ്പറ്റ സ്വദേശിയുമായ അൻഷിദ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആയിനിക്കോട്ട ചായക്കടയിലേക്ക് പോയത്. കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ടും ജാക്ക് ലിവറും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് അൻഷിദ് പറയുന്നു. കൂട്ടത്തിലുണ്ടായ അൻഷിദിന്റെ സഹോദരനും പരിക്കേറ്റു. കാറിൽ കയറി ഡോറടച്ചതോടെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ഈ സമയം ആ വഴി പോയ ബന്ധുക്കൾ ഇതുകണ്ട് രക്ഷപ്പെടുത്തി. ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട്. വലത് കൈ ഒടിഞ്ഞു. മുതുകിൽ നീളത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ 10ാം ക്ലാസ്സിൽ അൻഷിദിനൊപ്പം ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ഞങ്ങൾ ചെങ്ങൈമാരെല്ലാവരും പാടെ കൂടി കഴിഞ്ഞ ഞായറാഴ്ച ചായ കുടിച്ചാൻ പോയതാണ്. അതിൽ ഒരു സംഘം വന്നാണ്ട് അവർ 6 ആളൊക്കെ ഉണ്ടാവും. അവർ വന്നാണ്ട് അടി തുടങ്ങി. അടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ നടന്ന പ്രശ്നമാണ്. അതിൽ ജാക്കി ലിവർ കൊണ്ടും പിന്നെ കല്ല് ചാവി കുറേ സാധനം കൊണ്ടൊക്കെ കുത്തി കണ്ട് അടിച്ചു. മൂത്തൊക്കെ തലയിൽ കൂടെ ഒക്കെ ആകെ അടിച്ചിരുന്നു. ഒരു കല്ലുകൊണ്ട് പുറകെ ആകെ മുറിയായി. തല്ല് കഴിഞ്ഞാൽ അവിടെ ആരും പിടിച്ചേക്കാൻ നിന്നിട്ടൊന്നുമില്ല. തല്ല് കഴിഞ്ഞാൽ മനസ്സിലായത് 10ാം ക്ലാസ്സിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അതിൻ്റെ ഇതിലാണ് വന്നത്. പരിക്ക് കാരണം അൻഷിദിന് ഓണപരീക്ഷ എഴുതാൻ സാധിക്കില്ല. സംഭവം മാനസികമായി തളർത്തിയതായി അൻഷിദിന്റെ പിതാവ് തെച്ചിയോടൻ മുഹമ്മദ് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഒരു വണ്ടി എടുത്ത് നിയോലോ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ പുറമൊക്കെ ആകെ വികൃതമാക്കിയിട്ടുണ്ട്. തലക്ക് മുറിവുണ്ട്. കയ്യിന് പൊട്ടി. എക്സ്റേ എടുത്തപ്പോൾ കയ്യിന് പൊട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ പോയിക്കോളി, തലക്ക് പ്രശ്നമുള്ളതുകൊണ്ട്. അവിടെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി CT സ്കാനൊക്കെ ചെയ്ത് അവിടുന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ പോകുന്നത്. വളരെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരു 10-50 ആൾക്കാർ കൂടി നിന്നത് കാണുകയാണ്. ചെയ്തത് 6 ആളാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്ത 17 വയസ്സായ കുട്ടിനെ വളരെ മൃഗീയമായ രൂപത്തിലാണ് ആക്രമിച്ചത്. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മലപ്പുറം. അധ്യാപകർ സ്കൂളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ടവരാണ്. അവരെ നന്മയിലേക്ക് നയിക്കേണ്ടവരാണ്. എന്നാൽ ചില അധ്യാപകരുടെ പെരുമാറ്റവും ഇടപെടലും വിദ്യാർത്ഥികളുടെ മനസ്സിൽ വല്ലാത്ത വേദനയും വിദ്വേഷവും സൃഷ്ടിക്കുന്നുണ്ട്. കാസർഗോഡ് കുണ്ടംകുഴിയിൽ അധ്യാപകൻ്റെ മർദ്ദനത്തിൽ കർണപൂടം തകർന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിനേക്കാൾ മനസ്സിനാണ് കൂടുതൽ മുറിവേറ്റത്. അതിനാൽ തന്നെ അവനെ ചേർത്തു നിർത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കടമയാണ്. സംഭവത്തിൽ പ്രധാന അധ്യാപകൻ വട്ടത്തൂരിലെ M അശോകനെതിരെ ബേഡകം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. കേസിൻ്റെ നിർണായക തെളിവായ മെഡിക്കൽ റിപ്പോർട്ട് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ബാലാവകാശ കമ്മീഷനും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസംബ്ലിക്കിടയിൽ അച്ചടക്ക ലംഘനം നടത്തിയെന്നാരോപിച്ച് വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്ത സംഭവത്തിൽ ബേഡകം പോലീസ് കേസെടുത്തു. പ്രധാനാധ്യാപകൻ പനയാൽ വട്ടത്തൂരിലെ M അശോകനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അടിച്ചു പരിക്കേൽപ്പിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയത്. ഇതോടെ അശോകൻ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. അതേസമയം കേസിന്റെ നിർണായക തെളിവായ മെഡിക്കൽ റിപ്പോർട്ട് ശേഖരിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. കുട്ടി ചികിത്സ തേടിയത് സംബന്ധിച്ച് അറിയിപ്പ് തിങ്കളാഴ്ചയാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു.
ബാലാവകാശ കമ്മീഷൻ വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. സംഭവം കുണ്ടംകുഴിയിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. യൂത്ത് കോൺഗ്രസ്, BJP, SFI നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയും മാർച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പ്രണയപ്രതികാരത്തിൻ്റെയും ബിസിനസ് തർക്കത്തിൻ്റെയും പേരിൽ ബോംബാക്രമണം. പാലക്കാട് ജില്ലയിൽ 2 ദിവസത്തിനിടെ ഉണ്ടായ സംഭവങ്ങൾ നാട്ടുകാരിൽ ഭീതി ഉളവാക്കുകയാണ്. പാലക്കാട് പുലാപ്പറ്റയിൽ വ്യവസായിയുടെ വീടിന് നേരെ ആസിഡ് ബോംബ് ആക്രമണമാണ് ഉണ്ടായത്. ബിസിനസ്സിലെ വൈരാഗ്യം കാരണമാണ് ആക്രമണമുണ്ടായതെന്ന് പുലാപ്പറ്റ ഉമ്മനഴി സ്വദേശി ഐസക് വർഗീസ് നൽകിയ പരാതിയിൽ പറയുന്നു. മറ്റൊരു വ്യവസായി കൊട്ടേഷൻ കൊടുത്തതെന്നാണ് ആരോപണം. എന്നാൽ സാമ്പത്തിക തട്ടിപ്പിൻ്റെ പേരിൽ ഐസക്കിനെതിരെ താൻ നൽകിയ കേസ് പിൻവലിപ്പിക്കാനുള്ള തന്ത്രമാണ് സംഭവത്തിന് പിന്നിലെന്ന് കൊങ്ങാട്ടെ മറ്റൊരു വ്യവസായി കേശവദേവ് പറയുന്നു. ഈ മാസം 13-നാണ് സംഭവം. രാത്രിയിൽ കാറിലെത്തിയ അക്രമി പുലാപ്പറ്റ ഉമ്മനഴി സ്വദേശി ഐസക് വർഗീസിന്റെ വീടിന് നേരെ ആസിഡ് ബോംബ് എറിയുകയായിരുന്നു. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. CCTV ദൃശ്യങ്ങളിലൂടെ പ്രതികളെ ഐസക് തിരിച്ചറിഞ്ഞു. രാത്രിയിൽ വീട്ടിലേക്ക് കാർ വരുന്നതും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വീടിന് നേരെ ആസിഡ് ബോംബ് എറിയുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആക്രമിച്ച ശേഷം ഇതേ കാറിൽ തന്നെ യുവാവ് കയറിപ്പോകുന്നതും ദൃശ്യത്തിലുണ്ട്. ഇത് 3-ാം തവണയാണ് തനിക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്ന് ഐസക് പറയുന്നു. വീട്ടിലെ ചെടികൾ കരിഞ്ഞു നിൽക്കുന്നത് കണ്ടാണ് എറിഞ്ഞത് ആസിഡ് ബോംബാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഐസക് പറയുന്നു. AP കേശവദേവ് എന്ന് പറയുന്ന ദേവ ബിൽഡേഴ്സിൻ്റെ ഓണർ, അദ്ദേഹം എറണാകുളത്ത് നിന്നുള്ള കുറച്ച് ഗുണ്ടകളും കൂടിയിട്ടാണ് 2 വണ്ടികളായി വന്നിട്ട് ഇത് ചെയ്തത്. അതിൽ ഒരു വണ്ടി വെള്ള ഷിഫ്റ്റും ഒരു ബലേനോ വണ്ടിയായിരുന്നു മാറ്റിയത്. ഈ 2 വണ്ടികളാണ് വന്ന് ചെയ്ത് അതിക്രമം കാണിച്ചത്. എൻ്റെ വീടിൻ്റെ ബോർഡ് പൊളിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് ആസിഡ് ബോംബാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ കരിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ്. വീടിൻ്റെ ചുമരിൻ്റെ മുകളിലേക്ക് തെറിച്ചിൻ്റെ അവിടെ കളർ പോയിട്ടുണ്ട്. അങ്ങനെ വലിയ സംഭവമാണ്. ക്രൂരമായ രീതിയിലുള്ള നടപടിയാണ്, കാര്യങ്ങളാണ് കേശവദേവ് ചെയ്തത്. ആസിഡ് ബോംബ് വീണ് ചുമരിലും കേടുവന്നിട്ടുണ്ട്. ഐസക്കിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കോങ്ങാടുള്ള ദേവ ബിൽഡേഴ്സ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസൈനേഴ്സ് ഉടമ കേശവദേവ് AP എന്നയാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഐസക്കിന് വേണ്ടി മാളിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയ വകയിൽ കോടികൾ ഐസക് നൽകാനുണ്ടെന്ന് കേശവദേവ് ആരോപിക്കുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം നൽകാത്തതിനാൽ കേസ് നൽകിയിരിക്കുകയാണെന്നും ഇദ്ദേഹം അറിയിച്ചു. ഞാനാണ് ഇയാളുടെ മാളിന്റെ പ്രവൃത്തി ചെയ്തു കൊടുത്തിരിക്കുന്നത്. ആ ഇനത്തിൽ എനിക്ക് 7.5 കോടി ഷെയർ ഇനത്തിൽ കൊടുത്ത 1 കോടിയുടെ 8.5 കോടി രൂപ എനിക്ക് അയാൾ തരാനുണ്ട്. ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് തരാൻ വേണ്ടിയിട്ട്. അയാൾ തരുന്നില്ല. ചെക്കുകളൊക്കെ തന്നു, എഗ്രിമെൻ്റ് എഴുതി തന്നു. ഒന്നും ഇതുവരെ കാശായി കിട്ടിയിട്ടില്ല എനിക്ക്. അങ്ങനെ ഇയാളുടെ പേരിൽ കേസ് കൊടുത്തു. ഇപ്പോൾ കേസ് പാലക്കാട് കൊമേഴ്സ്യൽ കോർട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കോടതി കമ്മീഷൻ വെച്ചു, വാല്യൂവർ വെച്ചു, വാല്യുവേഷൻ എടുത്തു. റിപ്പോർട്ടുകളൊക്കെ എനിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. കോടതിയുടെ കേസ് ഇപ്പോഴും പരിഗണനയിലാണ്. തന്റെ സഹോദരന് വിസ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നും ആരോപണമുണ്ട്. ഐസക്കിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നിരവധി കേസുകളാണ് കേശവദേവ് നൽകിയിരിക്കുന്നത്. ഈ കേസുകളൊക്കെ താൻ പിൻവലിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും കേശവദേവ് ആരോപിക്കുന്നു. അപ്പോൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടും പല മാർഗങ്ങളിലൂടെ, അതായത് മധ്യസ്ഥയിലൂടെയൊക്കെ പൈസ തരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടൊന്നും ഇയാൾ എനിക്ക് പൈസ തരാതെ മുങ്ങി നടക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ഈ കേസുകളൊക്കെ നിലനിൽക്കെ ഈ കേസുകളൊക്കെ ഞാൻ പിൻവലിക്കാൻ വേണ്ടിയിട്ടും ആ കേസുകളിനെതിരെ കൗണ്ടർ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഐസക് വർഗീസ് വളരെ വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്, ഈ ആരോപണങ്ങൾ നടത്തിയിരിക്കുന്നത്. 13-ാം തീയതി നടന്നു എന്ന് പറയുന്ന ഒരു
ആസിഡ് ബോംബ് ആക്രമണം ഒന്നും അവിടെ നടന്നിട്ടില്ല. അത് കണ്ടാൽ തന്നെ അറിയാം. കാരണം ആസിഡ് ബോംബ് ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ആ ഭൂമിയിൽ, ആ മതിലുകളിലൊക്കെ. ഇത് വെറുതെ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ടാണ് അയാൾ കേസ് ഫ്രെയിം ചെയ്തിരിക്കുക. എന്തായാലും വീടിന് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ കോങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 പാലക്കാട്. പട്ടാപ്പകൽ വയോധികയുടെ വായിൽ തുണി തിരുകി സ്വർണം കൊള്ളയടിച്ച സംഭവം തിരുവനന്തപുരം ഉള്ളൂരിലെ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ്. വീടിൻ്റെ പിൻവശത്തുള്ള പടിക്കെട്ടിലൂടെ അകത്തു കടന്നാണ് വയോധികയെ കട്ടിലിൽ കെട്ടിയിട്ട് 1.5 പവൻ്റെ സ്വർണ്ണമാലയും മോതിരവും കവർന്നത്. പച്ച ഷർട്ടും ഹെൽമറ്റും ധരിച്ചെത്തിയ ആളാണ് കവർച്ച നടത്തിയതെന്ന വയോധികയുടെ മൊഴി കേസിൽ നിർണായകമായി. ഇതോടെ നഗരത്തിലെമ്പാടും ബലപിരിച്ച പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പൊക്കുകയും ചെയ്തു. സമീപത്തെ ബേക്കറിയിലെ തൊഴിലാളിയായ ആക്കുളം സ്വദേശി മധുവിനെ മെഡിക്കൽ കോളേജ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഉള്ളൂരിനടുത്ത് വീട്ടിലെ ഹാളിനുള്ളിൽ വയോധിക TV കണ്ടുകൊണ്ടിരിക്കെയാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവിന്റെ ആക്രമണം. പ്രായാധിക്യമുള്ള വീട്ടമ്മയെ ഹാളിൽ നിന്ന് പിടിച്ചുവലിച്ച് മുറിയിലെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം വായിൽ തുണി തിരുകി ക്രൂരമായി മർദ്ദിച്ചു. തുടർന്നാണ് 1.5 പവന്റെ സ്വർണ്ണമാലയും മോതിരവും കവർന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഉള്ളൂരിലെ പ്രശാന്ത് നഗറിലെ വാടക വീട്ടിൽ മോഷണം നടന്നത്. മോഷണത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളിലൂടെ മെഡിക്കൽ കോളേജ് പോലീസിന് പ്രതിയെ സംബന്ധിച്ച സൂചന ലഭിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ആക്കുളം സ്വദേശി മധുവിനെ ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബേക്കറി തൊഴിലാളിയായ മധു നാട്ടുകാർക്ക് സുപരിചിതനാണ്. ഇയാളിൽ നിന്നുണ്ടായ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കോതമംഗലത്തെ 23-കാരി ജീവനൊടുക്കിയ കേസിൽ പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം മാത്രം ചുമത്തിയാൽ മതിയോ? മതം മാറ്റാൻ നിർബന്ധിച്ചതിൻ്റെ തെളിവുകളുണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ടാണ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാത്തതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുഖ്യപ്രതി റമീസിൻ്റെ മാതാപിതാക്കൾക്കും സുഹൃത്തിനുമെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് സൂചന. റമീസിനെയും കൂട്ടുപ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. അതിനിടെ മുഖ്യപ്രതി റമീസിനെ 2 ദിവസത്തെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഉടൻ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. റമീസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടിയെ മർദ്ദിച്ച പ്രതിയുടെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തേക്കും. ഇന്നലെ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും റിമാൻഡ് ചെയ്തിരുന്നു. അവരെയും കസ്റ്റഡിയിൽ ഉടൻ ആവശ്യപ്പെടും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കുമെതിരെയുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. റമീസിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയാണ്. മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺ സുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. അതിനിടെ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പെൺകുട്ടിക്കും റമീസിനുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരുടെയും ഗൂഗിൾ അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. പെൺകുട്ടി റമീസിന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചിരുന്നു. ഇതിൽ ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന് റമീസ് സെർച്ച് ചെയ്തതിന്റെയും ഇടപ്പള്ളിയിലോട്ട് യാത്ര ചെയ്തതിന്റെയും റൂട്ട് മാപ്പ് പെൺകുട്ടി കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം റമീസിനോട് ചോദിച്ചതോടെയാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇത് പിന്നീട് തർക്കങ്ങൾക്കും വഴിവെച്ചു. റമീസിന്റെ സെർച്ച് ഹിസ്റ്ററി കണ്ട പെൺകുട്ടി ആകെ വിഷമത്തിലായിരുന്നു. ഇതിനു പിന്നാലെ റമീസ് സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് പോയ കാര്യം പെൺകുട്ടി റമീസിന്റെ പിതാവിനോട് തുറന്നു പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞതോടെ പിതാവ് ദേഷ്യപ്പെടുകയും റമീസിനെ തല്ലുകയും ചെയ്തിരുന്നു.
ഇതോടെ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയ റമീസ് മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന വാശിയിലായി. പെൺകുട്ടി വിളിച്ചിട്ടും റമീസ് ഫോൺ എടുത്തിരുന്നില്ല. സുഹൃത്ത് വഴി പെൺകുട്ടി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. ഇതിന് പിന്നാലെയാണ് റമീസ് തന്നെ അവഗണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി കുറിപ്പെഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 കൊച്ചി. കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷ ജീവനൊടുക്കിയ കേസിന്റെ അന്വേഷണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യുവതി ആത്മഹത്യ ചെയ്ത് 1.5 വർഷമായിട്ടും കേസിലെ നിർണായക തെളിവായ ഐഫോൺ അൺലോക്ക് ചെയ്യാൻ കഴിയാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത്. അതേസമയം ഫോൺ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കാനായി പണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. മേലുദ്യോഗസ്ഥൻ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്നും അതുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നും ഡയറി കുറിപ്പിലും ശബ്ദരേഖയിലും യുവതി വ്യക്തമാക്കിയിരുന്നു. അനീഷയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഫോണിൽ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഐഫോൺ അൺലോക്ക് ചെയ്യാനുള്ള സൗകര്യം തിരുവനന്തപുരത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് ഫോൺ ഗുജറാത്തിലേക്ക് അയക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത്. 2024 ജനുവരി 21 പരവൂർ നെടുങ്ങോലത്തെ വീട്ടിലെ കുളിമുറിയിലാണ് അനീഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ്പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം തുടരുകയാണ്. സഹപ്രവർത്തകനും മേലുദ്യോഗസ്ഥനും മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്നും അതുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നും ഡയറിക്കുറിപ്പിലും ശബ്ദരേഖയിലും യുവതി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് അനീഷയുടെ മേലുദ്യോഗസ്ഥനായിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി അബ്ദുൾ ജലീൽ, അനീഷയുടെ സഹപ്രവർത്തകനായിരുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ശ്യാം കൃഷ്ണ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാക്കുറിപ്പ് കൂടാതെ അനീഷയുടെ ഐഫോണും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. യുവതിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന ശബ്ദ സന്ദേശങ്ങളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഫോണിൽ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ പാസ്വേഡ് സംരക്ഷണമുള്ള ഐഫോൺ തുറക്കാൻ കഴിയില്ല എന്ന് സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി അറിയിച്ചതോടെ അന്വേഷണം വഴിമുട്ടുകയായിരുന്നു. ഇതോടെയാണ് ഗുജറാത്തിലേക്ക് ഫോൺ അയക്കാനുള്ള തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം ചങ്ങരംകുളം കോക്കൂരിൽ വിദ്യാർത്ഥിനിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കൊച്ചിയിൽ ലോജിസ്റ്റിക് വിദ്യാർത്ഥിനിയായിരുന്ന കാവ്യയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എന്നാൽ മരണകാരണം വ്യക്തമല്ല. കാവ്യയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ലെന്ന് വീട്ടുകാർ പറയുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചാൽ വ്യക്തത വരുമെന്നാണ് പോലീസ് നിഗമനം. മലപ്പുറം ചങ്ങരംകുളം കോക്കൂർ തെക്കുമുറി വാളത്ത് വളപ്പിൽ രവീന്ദ്രന്റെ മകൾ 21-കാരി കാവ്യയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കാവ്യ കിടപ്പുമുറിയിൽ കയറി വാതിലടച്ചു. ഏറെ നേരം കഴിഞ്ഞ് കാണാതെ വന്നതോടെ വീട്ടുകാർ വാതിൽ തുറന്നു നോക്കുകയായിരുന്നു. മുറിയിൽ കണ്ടത് ഫാനിൽ തൂങ്ങിയ നിലയിലുള്ള കാവ്യയെ. ഉടനെ കുടുംബാംഗങ്ങൾ ചേർന്ന് താഴെ ഇറക്കി. ചങ്ങരംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. എറണാകുളത്ത് ലോജിസ്റ്റിക് വിദ്യാർത്ഥിയായിരുന്ന കാവ്യ 2 ആഴ്ച മുമ്പാണ് വീട്ടിലേക്ക് വന്നത്. മരണകാരണം എന്തെന്നതിൽ വ്യക്തതയില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് നിഗമനം. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ചങ്ങരംകുളം SI രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 തിരൂർ. കൊല്ലത്ത് സ്വകാര്യ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമയുടെ ആത്മഹത്യയാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ അമൽ ശങ്കർ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അംഗീകാരമില്ലാത്ത കോഴ്സുകളുടെ പേരിൽ
പണം തട്ടിയെന്ന പരാതി സ്ഥാപനത്തിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു. ഇതിൽ പോലീസ് അന്വേഷണം നടക്കുമ്പോഴാണ് അമലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരികയായിരുന്നു അമൽ ശങ്കറും ഭാര്യ രേഖാകുമാരിയും. ഭാരത് സേവക് സമാജിന്റെ പരിശീലന കേന്ദ്രമാണ് ഇതെന്നാണ് ഇവർ കുട്ടികളോട് പറഞ്ഞിരുന്നത്. ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളാണ് പ്രധാനമായും സ്ഥാപനത്തിൽ നടത്തി വന്നിരുന്നത്. പഠിച്ചിറങ്ങിയവർ ജോലിക്കായി ശ്രമിച്ചപ്പോഴാണ് കോഴ്സുകൾക്ക് അംഗീകാരമില്ല എന്നറിയുന്നത്. തുടർന്ന് വിദ്യാർത്ഥികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി കബളിപ്പിച്ചെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ സ്വകാര്യ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമ അമൽ ശങ്കറിനെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വാളകത്തെ വീട്ടിൽ അമൽ ശങ്കറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും ലഭിച്ചിരുന്നു. നിലവിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഈ ബോർഡിന് അങ്ങനെ ഒരു അംഗീകാരമില്ല. ഇത്രയും 10-51 കുട്ടികളെ കൃത്യമായി പറ്റിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായി അടിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ജോലി സ്ഥിരപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 51 കുട്ടികളോളം ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. തികഞ്ഞ അനാസ്ഥയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നീതിയും നിലവിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം പിടിച്ചു വെച്ചേക്കാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ അഡ്രസ്സുകളാണ് ആൾ ടിക്കറ്റുകളിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വരുന്നതും കാര്യങ്ങളും ഇല്ല. പിന്നെ ഫണ്ടുകൾ ഒരുപാട് തിരിമറി ചെയ്യുന്നുണ്ട്. വളരെ ഭാവി 2 വർഷം പോയി. സംഭവം വിവാദമായതോടെ വിദ്യാർത്ഥികളെയും സ്ഥാപന ഉടമകളെയും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്കായി വിളിപ്പിച്ചിരുന്നുവെങ്കിലും അമൽ ശങ്കർ എത്തിയിരുന്നില്ല. വാളകം അറക്കലിലുള്ള വീട്ടിൽ അമൽ ശങ്കറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊല്ലം. കൊല്ലം വിലങ്ങര സ്വദേശി വിശാലിൻ്റെ പ്രധാന പണി മോഷണമാണ്. ആദ്യമൊക്കെ ചെറിയ കവർച്ച നടത്തിയിരുന്ന 19കാരൻ ഇപ്പോൾ മോഷ്ടിക്കാനായി പ്രത്യേക തന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയറും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ച് ATM വരെ തകർക്കാനറിയാം. എന്നാൽ കഴിഞ്ഞ രാത്രി കവർച്ചയ്ക്കിറങ്ങിയ വിശാലിന് പോലീസിൻ്റെ പിടി വീണു. കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് ATM കവർച്ചയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് യുവാവ് പിടിയിലായത്. കവർച്ചാ ശ്രമത്തിനിടയിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിന്തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. നെല്ലിക്കുന്നം ജംഗ്ഷനിലുള്ള ഇന്ത്യ ATM കൗണ്ടറിലായിരുന്നു മോഷണശ്രമം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊട്ടാരക്കര പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് പാർട്ടി നെല്ലിക്കുന്നം ജംഗ്ഷനിലെത്തിയിരുന്നു. ഇവിടെ സ്ഥാപിച്ചിരുന്ന ATM കൗണ്ടറിൽ നിന്ന് ഒരാൾ ഇറങ്ങിയോടുന്നതായി കണ്ടു. പരിശോധനയിൽ ATM പൊളിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് മനസ്സിലായി. കട്ടിംഗ് പ്ലെയറും ഇരുമ്പ് കമ്പിയും പരിസരത്ത് കണ്ടെത്തി. ഓടി രക്ഷപ്പെട്ട വിശാലിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. ബാങ്ക് അധികൃതർ ATMിൽ നടത്തിയ പരിശോധനയിലും ATM കൗണ്ടർ പൊളിക്കാൻ ശ്രമം നടത്തിയതായി കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരായ മിനിമോളുടെയും രമ്യയുടെയും പ്രദീപിൻ്റെയും മനസ്സിൽ ഇപ്പോഴും ആ നടുക്കുന്ന കാഴ്ചയുണ്ട്. ആദ്യം ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തുന്നു. പിന്നാലെ പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്നു. പ്രതി സന്ദീപ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ ആയുധം ഉപയോഗിച്ച് കുത്തുന്ന ദൃശ്യങ്ങൾ കേസിലേറെ നിർണായകമാണ്. വിസ്താരത്തിനിടെ സാക്ഷികൾ ഈ ദൃശ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. മെയ് 10 ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. വന്ദനയെ ആക്രമിച്ച സന്ദീപ് കത്തിയുമായി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊട്ടാരക്കര സ്റ്റേഷനിലെ ASI മണിലാലിനെയാണ് പ്രതി ആക്രമിച്ചത്.
സന്ദീപിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന പുയപ്പള്ളി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ബേബി മോഹനനെയും ഡോക്ടർ വന്ദനാദാസിന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ ഷിബിനും ദൃശ്യങ്ങളിലുണ്ട്. ആയുധം ഉപയോഗിച്ചാണ് പ്രതി എല്ലാവരെയും ആക്രമിച്ചത്. കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. ആശുപത്രി ജീവനക്കാരായ മിനിമോൾ, പ്രദീപ, രമ്യ എന്നിവർ കോടതിയിൽ മൊഴി നൽകി. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും സാക്ഷികൾ കോടതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ബിജീഷ്, ആശുപത്രി ജീവനക്കാരിയായ ജയന്തി, വന്ദനയുടെ സഹപാഠി ഡോക്ടർ മുബീന എന്നിവരെ അടുത്ത ദിവസം വിസ്തരിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറം വേങ്ങര കൂരിയാട് ദേശീയപാതയിൽ വൻ രാസലഹരി വേട്ട. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്ന 54 ഗ്രാം MDMA-യുമായി 3 പേരെ ജില്ലാ ആന്റി നർക്കോട്ടിക് ടീം പിടികൂടി. MDMA വിൽപ്പന നടത്തി ലഭിച്ച 1,05,000 രൂപയും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. 4 വർഷം മുൻപ് MDMA-യുമായി പിടികൂടിയ ആഷിഖാണ് കേസിലെ പ്രധാനി. ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമായത്. വേങ്ങര കൂരിയാട് NH66 ദേശീയപാത കേന്ദ്രീകരിച്ച് വൻതോതിൽ MDMA വിൽപ്പന നടത്തുന്ന സംഘാംഗങ്ങളായ പറമ്പിൽ പീടിക സ്വദേശി ആഷിഖ്, കുന്നംപുറം സ്വദേശികളായ സുധിൻലാൽ, അക്ഷയ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം ജില്ലാ നർക്കോട്ടിക് സെൽ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ KRന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വേങ്ങര പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ദേശീയപാതയിലെ കൂരിയാട് അണ്ടർപാസേജിൽ നിന്നാണ് സംഘാംഗങ്ങൾ പിടിയിലാകുന്നത്. പ്രതികളിൽ നിന്ന് MDMA വിൽപ്പന നടത്തി ലഭിച്ച 1,05,000 രൂപയും പ്രതികൾ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു. ൽ കോഴിക്കോട് കസബ പോലീസ് ആഷിഖിനെ MDMA-യുമായി പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന. പ്രതികൾക്ക് MDMA എത്തിച്ചു നൽകിയവരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം DYSP KM ബിജു, നർക്കോട്ടിക് സെൽ DYSP I സിബി, വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, ASI-മാരായ സ്മിത, ബിന്ദു സെബാസ്റ്റ്യൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. പ്രണയകാലത്ത് ചില കമിതാക്കൾ സ്വകാര്യ ചിത്രങ്ങൾ പരസ്പരം അയച്ചു കൊടുക്കാറുണ്ടല്ലേ? അതിലൊളിഞ്ഞിരിക്കുന്ന ചതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇവിടെ പലപ്പോഴും ഇരകളാകപ്പെടുന്നത് പെൺകുട്ടികളായിരിക്കും. കോഴിക്കോട് നരിക്കുനിയിൽ +1 വിദ്യാർത്ഥിനിയെ കാമുകൻ ലൈംഗികമായി മാത്രമല്ല സാമ്പത്തികമായും ചൂഷണം ചെയ്ത സംഭവം അതീവ ഗൗരവമുള്ളതാണ്. ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുള്ള ആൺസുഹൃത്ത് പണം ആവശ്യപ്പെട്ട് 16-കാരിയെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പരാതി. ആദ്യം അയാൾ പെൺകുട്ടിയുടെ സ്വർണ്ണമാല കൈവശപ്പെടുത്തി വിറ്റു. പിന്നീട് പതിവായി പണം ചോദിക്കുന്നു. പണം നൽകിയില്ലെങ്കിൽ തൻ്റെ പക്കലുള്ള പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് പ്രായപൂർത്തിയാകാത്ത ആൺസുഹൃത്ത് ഭീഷണിപ്പെടുത്തുന്നത്. എന്നാൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി വൈകുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കൗമാരപ്രായമാകുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ പ്രണയമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ പ്രണയിക്കുന്നതിനൊന്നും കുറ്റം പറയുന്നില്ല. എന്നാൽ അല്പം കരുതലും ശ്രദ്ധയും ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.